സനം ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തോമാസ് ലീഗയുടെ കേരളാഗമനം സത്യമോ മിഥ്യയോ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഒരു അഭിമുഖ പരിപാടിയാണ് സനം ടി വിയുടെ ആഭിമുഖ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാന്യ പ്രേക്ഷകരായ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വസ്തുതയാണ് കേരളത്തിൽ തോമാസ് ലീഗ എത്തി എന്നും ഇല്ല എന്നും രണ്ട് വാദങ്ങൾ കേരളത്തിലെ സഭയ്ക്കുള്ളിൽ തന്നെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഈ അടുത്ത കാലത്ത് വർഗീസ് മാർ കുർലോസ് 2017 അദ്ദേഹം നിരണം ഭദ്രാധിപനാണ്. തോമാസ് ലീഗയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രപരമായ പോരായ്മകളെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തുകയും ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. തുടർന്ന് സീറോ മലബാർ സഭയുടെ ബിഷപ്പായിരിക്കുന്ന പോൾ തേലക്കാട് അദ്ദേഹം ഒരു പ്രസ്താവന കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ കണ്ടുവരുന്ന സെൻറ് തോമസ് ട്രഡിഷന് എതിരായിട്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. പിന്നീട് അദ്ദേഹം അത് നിഷേധിക്കുകയുണ്ടായി. നമുക്കറിയാം, തുടർന്ന് യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, കത്തോലിക്ക സഭകളിൽ മാത്രമല്ല ബ്രദറൻ, പെന്തക്കോസ്റ്റ് തുടങ്ങിയ വേർപെട്ട സഭാവിഭാഗങ്ങളിൽ പോലും ഈ വിഷയത്തെ സംബന്ധിച്ച് സംവാദങ്ങളും ചർച്ചകളും പുറത്തും അകത്തും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്നു എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രൈസ്തവ കൈരളിക്ക് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഈടുറ്റ ക്രൈസ്തവ ഗ്രന്ഥങ്ങളുടെ രചയിതാവും മാത്രമല്ല കിടയറ്റ ഒരു ബൈബിൾ പ്രഭാഷകനും അതുപോലെ തന്നെ വേദാധ്യാപകനുമായിരിക്കുന്ന എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന ഡോക്ടർ OJ ജോൺ കോട്ടയം, അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിഗമനങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും തൻ്റെ ദീർഘകാലത്തെ ചരിത്ര പഠനത്തിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള ബോധ്യങ്ങളും ഈ ഇൻ്റർവ്യൂയിലൂടെ, അഭിമുഖത്തിലൂടെ സനം ടി വിയുടെ പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ വളരെ നിഷ്പക്ഷതയോടും സ്വതന്ത്രമായ നിലയിലും എത്തിക്കുക എന്നതാണ് ഈ പ്രത്യേക അഭിമുഖത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചരിത്രപരമായ യുക്ത്യാധിഷ്ഠിതമായ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോൺ സാർ, കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളക്കരയിൽ വിവിധ സഭകളുടെ ഇടയിൽ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ ഏതാനും നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല അകത്തും പുറത്തും സഭയ്ക്കുള്ളിലും ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം കാണുകയുണ്ടായി. അങ്ങനെ ഇതിനു മുമ്പ് ഏതാനും നാളുകൾക്ക് മുമ്പ് ചില സംവാദങ്ങളിൽ സാർ സംബന്ധിക്കുകയും ആ സംവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിമിതികളുള്ളതുകൊണ്ട്, സമയക്കുറവുള്ളതുകൊണ്ട് കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ അഭിമുഖത്തിലൂടെ സനം ടി വി ഉദ്ദേശിക്കുന്നത് സാറ് ഈ വിഷയത്തെക്കുറിച്ച് എടുക്കുന്ന നിലപാട് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സാറിൻ്റെ നിലപാട് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകാം. എന്നാലും സാറിന് പറയാനുള്ള കാര്യങ്ങൾ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളുമായി ദയവായി പങ്കുവയ്ക്കും, തുറന്ന് പറയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാരംഭമായി നമുക്കറിയാം, ക്രൈസ്തവ പാരമ്പര്യം, കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് AD 52 യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് കേരളത്തിൽ വന്നുവെന്നും കേരളത്തിലെ 32ഓളം കുടുംബങ്ങളെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വാദങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള പിൻബലമുണ്ടോ?
ഒന്ന്. രണ്ട്, എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ പാരമ്പര്യത്തെ സാർ നിഷേധിക്കുന്നു? ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ നന്നായിരുന്നു. കേരളത്തിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവരും അല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരികളും വിശ്വസിക്കുന്നത് തോമാസ് ശ്ലീഹായുടെ കേരള സന്ദർശന പാരമ്പര്യമാണ് അഥവാ ഐതിഹ്യമാണ്. ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോൾ ഈ ഐതിഹ്യത്തിന് ഉപോത്ബലകമായ തെളിവുകൾ ലഭ്യമല്ല. പല കാരണങ്ങൾ അതിന് നിരത്തേണ്ടത് ആവശ്യമാണ്. AD 52 തോമാസ് ശ്ലീഹ കേരളത്തിൽ ആഗതനായെങ്കിൽ AD 60 അല്ലെങ്കിൽ 60 ശേഷം ലൂക്കോസ് എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് പരാമർശിക്കേണ്ടതായിരുന്നു. അതിനുശേഷം 4-ാം നൂറ്റാണ്ടോട് ബന്ധപ്പെട്ട് എവുസേബിയോസ് ചരിത്രം അല്ലെങ്കിൽ തിരുസഭാ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും കേരളത്തിൽ അഥവാ ഇന്ത്യയിലേക്ക് തോമാസ് ശ്ലീഹ ആഗതനായെന്ന സൂചന പോലും നൽകുന്നില്ല. അതിനു മുമ്പും ലൂക്കോസിന് ശേഷവുമുള്ള കാലഘട്ടത്തിൽ ഒന്നും തന്നെ സഭാചരിത്രത്തിൽ തോമാസ് ശ്ലീഹയുടെ ആഗമനത്തെ സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല ടോമി, പ്ലിനി തുടങ്ങിയ ചരിത്രകാരന്മാർ കേരളത്തിൽ ഒരു ക്രൈസ്തവ സഭ ഉണ്ടായിരുന്നതായി സൂചന പോലും നൽകിയിട്ടില്ല. പെരിപ്ലസ് എന്ന സഞ്ചാരകൃതിയിൽ കേരളത്തിലെ അനേക പട്ടണങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തോമാസ് ശ്ലീഹായെ കുറിച്ചോ ഇവിടെ ക്രൈസ്തവർ ഉണ്ടായിരുന്നതായോ ഒരു സൂചന പോലും കാണുന്നില്ല. ഈ തത്വങ്ങളുടെ വെളിച്ചത്തിലും AD 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ പ്രാബല്യത്തിലിരുന്ന ചേര സാമ്രാജ്യ കാലഘട്ട ചരിത്രത്തിലും അല്ലെങ്കിൽ ആ കാലത്ത് രചിക്കപ്പെട്ട ഒട്ടേറെ കൃതികളുണ്ട്, സംഘകാല കൃതികൾ. ആ കൃതികളിൽ ഒരിടത്തും എന്തുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ സാന്നിധ്യത്തെക്കുറിച്ചോ ഈ ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവർ കേരളത്തിൽ ഉണ്ടായിരുന്നതായ സൂചന പോലും നൽകിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കേവലം ഐതിഹ്യം മാത്രം ആശ്രയമാക്കിക്കൊണ്ട് കേരളത്തിലെ തോമാസ് ശ്ലീഹയുടെ ആഗമനം ഒരു കാരണവശാലും സ്വീകരിക്കാൻ ആവില്ല, വിശ്വസിക്കാനാവില്ല എന്നാണ് എൻ്റെ നിലപാട്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തനായ ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം മേധാവിയുമായിരുന്ന MGS നാരായൺ, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ സെൻറ് തോമസ് ഇവിടെ എത്തിയതിൻ്റെ ചരിത്രപരമായ തെളിവുകളില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേരളത്തിൽ വളരെ ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയെന്നത് വസ്തുതയാണ്. എന്നാൽ സെൻറ് തോമസ് കേരളത്തിൽ എത്തി എന്ന് വിശ്വസിക്കുന്ന 1-ാം നൂറ്റാണ്ടിൻ്റെ ആ ചരിത്രപരമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? കേരളത്തിലെ ഒരു സാമൂഹ്യ അവസ്ഥ എന്തായിരുന്നു എന്ന് സാറിനൊന്ന് വിശദീകരിക്കാം. 1-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ BC അവസാന നാളുകളിലും കേരളത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നത് ചേര സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ചേര രാജാക്കന്മാരാണ്. ആ ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 2 പ്രമുഖ മതങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, ജൈനമതവും ബുദ്ധമതവും. അപ്പോൾ 3 വിഭാഗം ആളുകളാണ് കേരളത്തിൽ അന്ന് അധിവാസം ഉറപ്പിച്ചിരുന്നത്. അതിനുശേഷം ആണ് ഈ ബ്രാഹ്മണർ അഥവാ നമ്പൂതിരിമാർ കേരളത്തിൽ ആഗതരായതെന്ന് ചരിത്രകാരന്മാർ ഏറെക്കുറെ എല്ലാവരും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നമ്പൂതിരിമാരേക്കാൾ ബ്രാഹ്മണരേക്കാൾ ആഢ്യത്വം അവകാശപ്പെടാവുന്ന, അവരേക്കാൾ പരിഷ്കൃതരായിരുന്ന ചേര സാമ്രാജ്യത്തിൽപ്പെട്ട ആളുകളല്ലേ ക്രൈസ്തവരാകേണ്ടത്? അല്ലെങ്കിൽ ബുദ്ധ ജൈന മതത്തിൽപ്പെട്ടവരും ക്രൈസ്തവരാകേണ്ടിയിരുന്നു. ഇതൊന്നും സൂചിപ്പിക്കാതെ 8-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ ആഗതരായ നമ്പൂതിരിമാരാണ്
ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളായെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒരു കല്ല് വെച്ച നുണയാണ്. അപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ചേര രാജാക്കന്മാരുടെ ഭരണകാലമാണെന്നാണ്. അപ്പോൾ ബ്രാഹ്മണനേക്കാൾ കുറച്ചുകൂടെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്ന, സാംസ്കാരികമായി നിലവാരം പുലർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കൺവേർട്ട് ചെയ്യാതെ ഈ നമ്പൂതിരിമാരെ കൺവേർട്ട് ചെയ്തു എന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? അത് ശുദ്ധ അബദ്ധമാണ്, അസംബന്ധമാണ് എന്നാണ് സാർ പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് KM ഗണേഷ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ പ്രമുഖനായ ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ലിവ് അറ്റ് ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റഡി ഹ്യൂമൻ ജിയോഗ്രഫി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സംഘം ലിറ്ററേച്ചർ എന്ന കൃതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സ്ഥിതിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ കേരളത്തിലെ ഒരു ജാതി വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെട്ട ഒരു സമൂഹമായിരുന്നില്ല, മറിച്ച് ഗോത്രാധിഷ്ഠിത ഒരു സമൂഹമായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ നൊമാഡിക് ലൈഫിൽ നിന്ന് സെഡന്റിസത്തിലേക്ക് ആളുകൾ വന്നത്. നൊമാഡിക് എന്ന് പറയുമ്പോൾ ആളുകൾ വേട്ടയാടി പല സ്ഥലങ്ങളിൽ താമസിച്ചിങ്ങനെ പോകുന്ന ഒരു രീതി. എന്നാൽ അതിൽ നിന്ന് മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി പാർക്കുന്ന സെഡന്റിസത്തിലേക്ക് ആ കാലഘട്ടത്തിലാണ് ആളുകൾ മാറിയതെന്നാണ് ചരിത്രകാരനായ KM ഗണേഷ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഘകാല ചരിത്രത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ മേഖലകൾ നിലനിന്നു എന്നാണല്ലോ ഉദ്ദേശിച്ചത്. ഈ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണകാലം ഒന്നാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ പ്രദേശങ്ങളെ മനുഷ്യരുടെ പേരിലോ ഒന്നുമല്ല അറിയപ്പെട്ടത് എന്നാണ് സംഘകാല ചരിത്രം പറയുന്നത്. കുറിഞ്ഞി, പാലൈ, മുല്ലൈ, മരതം, നെയ്താൻ തുടങ്ങിയ പേരുകളാണ് തിണകൾ എന്ന പേരിൽ ആ കാലഘട്ടത്തിൽ പറയുന്നത്. അത് പർവ്വതഭൂമി, ഊഷരഭൂമി, താഴ്വര, നദീതടം, സമുദ്രതീരം എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളായിട്ടാണ് തിരിച്ച്. ഇവിടെ പാർത്തിരുന്നവർ വേടർ, കുറുവർ, കല്ലൂർ, മറവർ, അയർ, ഇടയർ, ഉഴവർ, തൊഴുവർ തുടങ്ങിയ വിഭാഗങ്ങളാണ്. അപ്പോൾ തോമസ് ലീഗ വന്നെന്ന് പറയുന്ന AD 52 കാലഘട്ടത്തിൽ ഈ വിഭാഗങ്ങൾ ഈ പ്രദേശങ്ങളിൽ പാർത്തിട്ടുണ്ട് എന്നതിന് സംഘകാല ചരിത്രം വളരെ വ്യക്തമായി പറയുകയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ സമൂഹങ്ങൾ, അതായത് പർവ്വതങ്ങളിലും ഊഷരഭൂമിയിലും കുറിഞ്ഞി, പാലൈ, മുല്ലൈ, മരതകം, നെയ്തൽ തുടങ്ങിയ മേഖലകളിൽ താമസിച്ചിരുന്ന ഈ പറയപ്പെട്ട ആളുകൾ ഒരുപക്ഷെ തോമസ് ലീഗ ഇവിടെ വന്നപ്പോൾ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തു മതത്തിലേക്ക് വന്നുകൂടായികയില്ലല്ലോ. അതിനെന്താ? ഈ ഒന്നാം നൂറ്റാണ്ടിലും മറ്റും ഇവിടെ ഉണ്ടായിരുന്ന ചേരവർ നോമാഡിക് അല്ലെങ്കിൽ സഞ്ചാരികളായ അസ്ഥിരന്മാരായ ഗോത്രക്കാരായിരുന്നില്ല. അവർ സംഘടിത ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ രാജ്യമായിരുന്നു ആ നിലവിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് തന്നെ 4 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇവിടുത്തെ ചേര സാമ്രാജ്യം വളരെ പ്രബലമായിരുന്നു. ആ പ്രബലമായ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ. അപ്പൊ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി കേരളത്തിലുടനീളം കന്യാകുമാരി മുതൽ അങ്ങ് ഈറോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ വാണിരുന്ന രാജാക്കന്മാര് വളരെ പരിഷ്കൃതരും വളരെയധികം സാഹിത്യപരമായ അറിവുള്ള കലാകാരന്മാരും ഒക്കെ അടങ്ങിയ ഒരു സമൂഹമായിരുന്നു. ധാരാളം സംഘകൃതികൾ പരിശോധിച്ചാൽ അറിയാം അവരുടെ സാഹിത്യപരമായ മികവ്, കഴിവ്, ദിഷണാശാലിത്വം വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 8ാം നൂറ്റാണ്ടിൽ ഇവിടെ കടന്നു വന്ന് 16ാം നൂറ്റാണ്ടിൽ ഒട്ടനവധി ബ്രാഹ്മണ്യ കൃതികൾ എഴുതിയിട്ടുള്ള നമ്പൂതിരിമാരെന്ന് എത്രയോ മികച്ചവരായിരുന്നു ഇവരെന്ന് കാണാൻ കഴിയും. അവിടെ സമത്വം, സമഭാവന ഒക്കെ നിലവിലിരുന്നു. അവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ജനങ്ങൾ വർത്തിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ മുക്തകണ്ഠം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സഞ്ചാരി ഗോത്രമായിരുന്നില്ല ഈ തിണകൾ എന്ന് പറയുന്നത് ശരിയാണ്. പല തിണകൾ 5 തിണകളിലായിട്ട് ചേര കാലഘട്ടത്തിലെ ജനങ്ങൾ അധിവസിച്ചിരുന്നു, അത് ശരിയാണ്. അതിൻ്റെ അർത്ഥം
അവര് കൃഷി ചെയ്യാനും മറ്റുമായിട്ട് ഓരോ പ്രത്യേകിച്ച് കുടിയേറിപ്പാർത്തു. അതുപോലെ തന്നെ മീൻപിടുത്തത്തിന് വേണ്ടി കടലോരങ്ങളിൽ അവർ താമസിച്ചു. അങ്ങനെ തിണകളിൽ താമസിച്ചിരുന്നത് കൊണ്ട് അവരിങ്ങനെ സഞ്ചാരികളായിരുന്നു എന്നർത്ഥമില്ല. സഞ്ചാരികളാണെന്ന് പറഞ്ഞിട്ടില്ല. ആ സഞ്ചാരികൾ എന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന്, നൊമാഡിക് ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ആ കാലത്തിലുള്ള മനുഷ്യർ സെഡന്റിക്, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരമായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടം ലോകത്തെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള നൊമാഡിക് ലൈഫ് ഒരു സ്വസ്ഥമായിട്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നത് ആ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അത് ശരിയല്ലെന്നാ പറഞ്ഞത്. കാരണം അക്കാലത്ത് അവർ സ്ഥിരമായി വസിച്ചിരുന്നു. ഈ നമ്പൂതിരിമാരുടെ ആധിപത്യം എടുത്തതിന് ശേഷമാണ് അവർ പല പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തതെന്ന് പറയുന്നതായിരിക്കും ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അവിടെ ഉണ്ട് സാറേ. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടാണ് ചേര രാജാവിൻ്റെ ഭരണകാലമെങ്കിൽ, തലസ്ഥാനമാക്കിയാണെങ്കിൽ കൊടുങ്ങല്ലൂർ അപ്പോസ്തലൻ വന്നു, സെന്റ് തോമസ് വന്നു, ഈ ഒരു ജനവിഭാഗത്തെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഈ ക്രിസ്തുവിന് 1000 വർഷത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ചേര സാമ്രാജ്യത്തിൽപ്പെട്ട രാജാക്കന്മാർക്ക് വിദേശ രാജ്യങ്ങളോ വ്യാവസായിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സമ്മതിക്കുന്നു. നമുക്ക് നിഷേധിക്കാനാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കേരളത്തിൽ തോമസ് ലീഗ വന്നു എന്നെങ്ങനെ പറയാൻ കഴിയും? ധാരാളം അവസരങ്ങളുണ്ട്, വരാൻ കഴിയുമായിരുന്നു, അതുകൊണ്ട് വന്നു എന്ന് പറയാനാവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ചരിത്രപരമായിട്ടുള്ള ചില വാദങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ മുസിരീസ് എന്ന് പറയുന്ന തുറമുഖ പട്ടണം കൊടുങ്ങല്ലൂർ, ഇന്നത്തെ കൊടുങ്ങല്ലൂർ, അവിടെ BC 4-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 5 നൂറ്റാണ്ട് മുതൽ തന്നെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി ലോകത്തെമ്പാടുമുള്ള ചരിത്രകാരന്മാർ, ലോകത്തിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ നടത്തിയുള്ള ഗവേഷണങ്ങൾ, ഇവയെല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ഗതാഗത മാർഗം ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ടുള്ള ഗതാഗത മാർഗങ്ങൾ ഉണ്ടായിരുന്നു. റോഡ് മാർഗം ഉണ്ടായിരുന്നു. സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു റോഡ് മാർഗം ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൺസൂൺ റൂട്ട് എന്ന പേരിൽ ഒരു കടൽ മാർഗവും എത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ കേരളവുമായിട്ട് അടുത്ത വ്യാപാര ബന്ധം അലക്സാണ്ട്രിയയുമായിട്ടൊക്കെ ബാബിലോണുമായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ പുലർത്തിയിരുന്നവരാണ്. അപ്പോൾ തീർച്ചയായും അലക്സാണ്ട്രിയ വഴി ഇന്നത്തെ റൂട്ടിലേക്ക്, കടൽ മാർഗമുള്ള റൂട്ടിലേക്ക് പ്രവേശിച്ച് അന്ന് ധാരാളം യഹൂദന്മാരും ആ പ്രദേശത്തുള്ളവരും കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ 1-ാം നൂറ്റാണ്ടിൽ വരാൻ കഴിയുമായിരുന്നു. ആ റൂട്ട്, ആ പ്രത്യേക കടൽ മാർഗം അല്ലെങ്കിൽ കരമാർഗം, അതിൻ്റെ സാധ്യതയല്ലേ 1-ാം നൂറ്റാണ്ടിൽ തോമസ് ലീഗ ഇവിടെ വരാനുള്ള സാധ്യതയല്ലേ കാണിക്കുന്നത്? സാധ്യതയുണ്ടെന്ന് ഞാൻ ആദ്യമേ സമ്മതിച്ചു. പക്ഷേ യഹൂദന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന എൻസൈക്ലോപീഡിയയിൽ പറയുന്നത് AD 6-ാം നൂറ്റാണ്ടിലാണ് യഹൂദന്മാർ കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക്, കേരളത്തിലേക്ക് കുടിയേറിയെന്നാണ്. അപ്പോൾ ചരിത്രപരമായിട്ട് 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ വന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ ഒന്നും തന്നെയില്ല. അതേസമയം 6-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ കേരളത്തിലേക്ക് വന്നു എന്ന് യഹൂദ ചരിത്രകാരന്മാർ ഒരു കാര്യമാണ്. BC ആണ് AD? അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ 1-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ, കേരളവുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളും ഈ കരമാർഗവും കടൽ മാർഗവും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ വരാനുള്ള, സെന്റ് തോമസ് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതൊരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സാറിൻ്റെ അഭിപ്രായം, അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ സാന്നിധ്യം ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഈ തോമസ് ലീഗയുടെ കേരളാഗമനത്തെ നിഷേധിക്കുന്നവർ പലപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വാദം. പക്ഷേ ചില ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സംഘകാല ചരിത്രത്തിൽ പോലും
മുരജിയും അതുപോലെ വാൽമീകി രാമായണത്തിൽ മുരജി പത്തനവും, കാളിദാസ കാവ്യമായ രഘുവംശത്തിൽ മുരജി മരുതവും മുസ്രിസ് തന്നെയാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ പട്ടണ ഗവേഷണങ്ങളിൽ കൊടുങ്ങൂരിൽ നിന്ന് കണ്ടെത്തിയ റോമൻ നാണയങ്ങൾ ഈ ചരിത്ര വസ്തുതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൗരാണിക കൃതികളായ സംഘകാല കൃതികളിൽ എട്ട് തൊകെ, പുറനാനൂറ്, അകനാനൂറ് എന്നീ കൃതിയിൽ പ്രത്യേകമായും അകനാനൂറിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ബ്രാഹ്മണ സാന്നിധ്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഈ ബ്രാഹ്മണ പാരമ്പര്യം അവകാശപ്പെടുന്നവര് ഈ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അവരുടെ ആധിപത്യ കാലഘട്ടം, അതായത് AD 8-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടം. 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജൈന ബുദ്ധമതങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബുദ്ധമതത്തിലും ജൈനമതത്തിലും ധാരാളം ബ്രാഹ്മണ കൺവേർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. സംഘകാലഘട്ടത്തിലും കുറെ ബ്രാഹ്മണ സ്വാധീനം തെളിയുന്നുണ്ട്. അവര് ഈ ജൈന മതത്തിൽ വിശ്വസിച്ചിരുന്ന ബ്രാഹ്മണരാണ്. അപ്പൊ ബ്രാഹ്മണര് 8-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് വന്നതെന്ന് ചരിത്രകാരന്മാര് പറയുന്നില്ല. 8-9 നൂറ്റാണ്ടുകളിലാണ് ഒരു ബ്രാഹ്മണാധിപത്യം സമൂഹം എന്ന നിലയിൽ, സംഘടിത സമൂഹം എന്ന നിലയിൽ ഉണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോ ഇനി സംഭവിക്കുന്നത്, ബ്രാഹ്മണര് അക്കാലഘട്ടത്തിൽ ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് മതം മാറിയെന്ന് പറയുന്നതിലൂടെ ഈ പാരമ്പര്യവാദികൾ സമർത്ഥിക്കുന്നത് അവർക്ക് ഈ ആധിപത്യമുള്ള ജനതയുമായിട്ടുള്ള താതാത്മ്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 8-ാം നൂറ്റാണ്ടിന് ശേഷം നമുക്കറിയാം 16-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാരുടെ ആഗമനം. ആ ആഗമന കാലഘട്ടത്തിൽ ക്രൈസ്തവർക്ക് ഈ ബ്രാഹ്മണിസവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ സമൂഹത്തിൽ അധീശത്വവും അംഗീകാരവും നേടാൻ കഴിയൂ എന്ന് ചിന്താഗതി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 17-ാം നൂറ്റാണ്ടില് ധാരാളം ഗാനങ്ങൾ രചിച്ചത്. മാപ്പിളപ്പാട്ടുകളും ഈ വീരടിയാൻ പാട്ടുകൾ തുടങ്ങിയ ഗാനങ്ങൾ എഴുതപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ എഴുതാൻ കാരണം അവർക്ക് കേരളത്തിലെ നായർ വർഗത്തോടും ബ്രാഹ്മണരോടും ചേർന്ന് നിന്നുകൊണ്ട് അധികാരം കൈക്കലാക്ക് എന്ന കുൽസിത ശ്രമമായിരുന്നു. അതിന് തിരിച്ചടി ഉണ്ടായത് പിന്നീട് ഞാൻ സമർത്ഥിക്കുന്നതാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ബ്രാഹ്മണ സാന്നിധ്യം ഉണ്ടായിരുന്നു, എന്നാൽ ഒരു സാമൂഹിക ശക്തിയായിട്ട് ബ്രാഹ്മണർ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നാണ് സാറിൻ്റെ അഭിപ്രായം. അപ്പോൾ BC 6-ാം നൂറ്റാണ്ടിലാണ് യഹൂദ കച്ചവടക്കാർ ദക്ഷിണേന്ത്യയിൽ എത്തിയതായിട്ടുള്ള ചരിത്ര സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ ബ്രാഹ്മണരുടെ ചെറിയ തോതിലുള്ള ഒരു സാന്നിധ്യമുണ്ട്. സാറ് നേരത്തെ ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ച പോലെ ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥലസ്ഥാനം കേരളത്തിൽ കൊടുങ്ങല്ലൂർ ആയിരിക്കെ അവിടെയും ജനവാസം ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രത്യേക ഇതെല്ലാം കൂടെ ഇടകലർന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെ അർത്ഥമില്ല. കാരണം ഇവര് പറയുന്നത് ബ്രാഹ്മണർ മാത്രം ഈ 7 പ്രദേശങ്ങളിൽ കുടിയേറി താമസിച്ചിരുന്നുവെന്നും അവരിൽ നിന്നാണ് മതം മാറ്റം ഉണ്ടായതെന്നുമാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ കേന്ദ്രമായി തോമാസ് ലീഗയും മറ്റും മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ അവിടെ മഹാഭൂരിപക്ഷം വരുന്ന ചേര, ജൈന, ബുദ്ധ മതകാനികൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളായെന്ന് അവർ പറയുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് ബ്രാഹ്മണരുടെ വംശ പാരമ്പര്യ മഹിമയാണ്. അവരോട് ചേർന്ന് നിൽക്കണം, അവരേതോ ഉയർന്നവരാണെന്നോ ചിന്താധിക്കാരാണെന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന കുൽസിത ശ്രമമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ക്രൈസ്തവ സന്ദേശത്തിന് വിരുദ്ധമായ ആശയം. ഒരുപക്ഷെ ഈ ഒരു പാരമ്പര്യവാദം, ആ പാരമ്പര്യവാദമല്ലേ ഒരു 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 സമൂഹം ആളുകൾ, ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഈ പാരമ്പര്യവാദമല്ലേ ഇന്ന് ഈ അപ്പോസ്തലനായ തോമസ്, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ തോമസ് കേരളത്തിലേക്ക് വന്നു എന്നുള്ളത് നിഷേധിക്കാനുള്ള ഒരു കാരണം? അല്ല, കേരളത്തിലേക്ക് വന്നു എന്ന് നിഷേധിക്കാൻ കാരണം ഈ ഐതിഹ്യങ്ങളിൽ
പറയപ്പെടുന്ന ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങളുടെ സ്വാധീനമാണ്. പല കാര്യങ്ങളിൽ പറയാറുണ്ട്. അത് പിൽക്കാലത്ത് വന്നതായി കൂടെ. പിൽക്കാലത്ത് എഴുതാൻ കാരണം തന്നെ ഈ തോമാസ് ലീഗയുടെ മേൽവിലാസത്തിൽ നടക്കുന്ന ഈ കഥകൾ ജനങ്ങൾ അംഗീകരിക്കണം. അത് മാത്രമല്ല, അവരുടെ പള്ളി മതം, അവർ സ്ഥാപിച്ച കുരിശുകൾ, അവരുടെ പൗരോഹിത്യം, കന്യാമറിയ വണക്കം, ഇതൊക്കെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി അവർ പടച്ചുവിട്ട കെട്ടുകഥകളാണെന്ന് പറയാൻ കാരണം അതാണ്. കേരളത്തിൽ തോമാസ് ലീഗ വന്നെങ്കിൽ വാസ്തവത്തിൽ അപ്പോസ്തലിക ഉപദേശം ഇവിടെ നിലനിൽക്കണ്ടേ? അങ്ങനെ ഒരു സഭയെങ്കിലും കേരളത്തിൽ ഉണ്ടാകണ്ടേ? അത് നമ്മൾ അങ്ങനെ ശഠിക്കാനോ നമ്മൾ വാശി പിടിക്കാനോ കഴിയില്ല. കാരണം ലോകത്തെമ്പാടും അപ്പോസ്തലന്മാർ പോയിടത്തൊന്നും ആ ഉപദേശം ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതില്ല, ഇല്ല. അത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം നമുക്കതിന്റെ ചരിത്രം, സഭാചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാ. ആ സ്ഥാപിച്ച സഭകളോ അന്ന് നിലവിൽ പോലുമില്ല. മാത്രമല്ല, ആ അപ്പോസ്തലിക ഉപദേശം പിന്തുടരുന്ന സഭകളും വളരെ സമൂഹങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് അത് പറയാം. ഈ അപ്പോസ്തലിക ഉപദേശം 1-ാം നൂറ്റാണ്ടിൽ ഏറെക്കുറെ അതേ നിലയിൽ തന്നെ സഭാപിതാക്കന്മാരുടെ കാലഘട്ടം നിലനിന്നിരുന്നു. ഈ ചരിത്രകാരന്മാർ പിന്നീട് എഴുതിയപ്പോൾ അവരെ മെത്രാന്മാരും ബിഷപ്പുമാരും സിംഹാസനത്തിൽ അവരോധിതരും മറ്റ് എഴുതി പിടിപ്പിച്ചതാണ്. അതൊരു സംഭവമേ അല്ല. ചരിത്രരചനകളൊന്നും കാണുന്നില്ല. ഈ ചരിത്രരചനകൾ പിന്നീട് നടത്തിയവരെല്ലാവരും ഈ പൗരോഹിത്യ ശ്രേണിയിൽപ്പെട്ടവരായതുകൊണ്ട് ആ നിലയിൽ അവർ ചരിത്രരചന നടത്തിയതാണ്. ഇനി ഒരു വാദഗതിക്ക് വേണമെങ്കിൽ നമുക്ക് സാറ് പറഞ്ഞ, അതായത് ബ്രാഹ്മണ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും ബ്രാഹ്മണരെ മാത്രമല്ല, അല്ലെങ്കിൽ അത് ആ ട്രഡീഷൻ പറയുന്നത് അവകാശപ്പെടുന്നത് ഒരു ശുദ്ധമായ ഒരു പൂർവിക സ്ഥാപിക്കാൻ വേണ്ടിയാണെന്നുള്ള വാദം സാർ പറയുന്നത് പോലെ അംഗീകരിച്ചാൽ അത് നമുക്ക് ഒഴിവാക്കി ആയാൽ സെന്റ് തോമസ് കേരളത്തിൽ വന്നില്ല എന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമായ ഒരു കാര്യമാണ്. അത് മാത്രം പോരാ. സെന്റ് തോമസ് കേരളത്തിൽ വന്നെങ്കിൽ അദ്ദേഹം ഈ ജാലവിദ്യക്കാരനെ പോലെ വെള്ളം ആകാശത്തിലേക്ക് ബ്രാഹ്മണ മുമ്പാകെ എറിഞ്ഞ് അന്തരീക്ഷത്തിൽ നിർത്തിയെന്നും അത് പൂക്കളായി താഴോട്ട് നിബന്ധിച്ചു എന്ന് പറയുന്നത് ഈ തോമസ് പാരമ്പര്യം എങ്ങനെ പൊരുത്തപ്പെടും? സുവിശേഷം പ്രസംഗിച്ചാണ് അപ്പോസ്തലന്മാരെല്ലാം ക്രിസ്തുവിലേക്ക് ആളുകളെ ആകർഷിച്ചത്. തീർച്ചയായും ജാലവിധി കാണിച്ചല്ല. തീർച്ചയായിട്ടും സുവിശേഷം പ്രസംഗിച്ചാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഒരുവൻ ക്രിസ്തു വിശ്വാസിയായി തീർന്നത്. തീർച്ചയായും കേരളത്തിൽ സെന്റ് തോമസ് വന്നപ്പോൾ അങ്ങനെ തന്നെയായിരിക്കാം ഇവിടെ ഉണ്ടായിരുന്ന ഏത് സമൂഹമായിരുന്നാലും, യഹൂദന്മാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം എന്ന നിലയിൽ, ഒരു ചെറിയ മൈനോറിറ്റി എന്ന നിലയിൽ ബ്രാഹ്മണ സാന്നിധ്യം ഉണ്ടെന്ന് സാറ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അത് കൂടാതെ ഇവിടെ പാർത്തിരുന്ന ആളുകൾ, അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകളാണ് മുമ്പോട്ട് വന്നത് എങ്കിൽ പിൽക്കാലത്ത് ഈ പറയപ്പെടുന്ന ഈ വാൽകൃഷ്ണം പോലെ ഈ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്ത് കൂടിയിരിക്കുന്ന ഈ പാരമ്പര്യ കഥകൾ, കെട്ടുകഥകൾ അതിനോടൊപ്പം ചേർന്നതായിരിക്കല്ലേ ഈ ആരാധനക്രമങ്ങളും ഉപദേശങ്ങളും? ഇല്ലില്ല. കാരണം ഈ കഥയോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പാരമ്പര്യങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം കപ്പലിൽ കുരിശ് കൊണ്ടുവന്ന്, കൽക്കുരിശ് കൊണ്ടുവന്ന് ആ കൽക്കുരിശുകൾ പള്ളിക്ക് അടിസ്ഥാനമിട്ടെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പോരാ. പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോസ്തലൻ പള്ളികൾ സ്ഥാപിക്കുമോ? അങ്ങനെ ഒരു സംവിധാനം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല. പോരാ, കന്യാമറിയത്തിന്റെ പേരിലാണ് പള്ളികൾ സ്ഥാപിച്ചത്. കന്യാമറിയം എന്ന വ്യക്തിക്ക് ദൈവിക പരിവേഷം കൊടുത്തത് നമുക്കറിയാം 3-3.5 നൂറ്റാണ്ടുകൾ ശേഷമാണ്, നെസ്റ്റോറിയന്റെ കാലഘട്ടം നമുക്കറിയാം. അപ്പൊ അതൊക്കെ നിലവിലിരിക്കെ കന്യാമറിയത്തിന്റെ പേരിൽ പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുന്നതും ചില ഇല്ലക്കാർക്ക് പൗരോഹിത്യം അട്ടിപ്പാറായി കൊടുത്തു മറ്റും പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഇവിടെ പാരമ്പര്യവാദികൾ പറയുന്ന ഈ ഉപദേശങ്ങളും ആചാരങ്ങളും ക്രൈസ്തവ ഉപദേശം നിരക്കുന്നതല്ലെന്ന് ഇപ്പൊ സമ്മതിക്കട്ടെ. തീർച്ചയായിട്ടും അതിനകത്ത് ഒത്തിരി കെട്ടുകഥകളും അതുപോലെ അവിശ്വസനീയമായ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതകൾ തന്നെയാണ്. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലേക്ക് തോമസ് ലീഗ കടന്നു വന്നുവെന്ന് വിശ്വസിക്കുന്ന സമൂഹങ്ങളും അതുപോലെ
അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരും ഒരുപോലെ മുമ്പോട്ട് വയ്ക്കുന്ന ചില തെളിവുകൾ ഉണ്ട്. അവയ്ക്ക് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ കഴിയുന്നത് എന്നാണ്. AD 200 രചിക്കപ്പെട്ട സ്ലീഹാമാരുടെ പ്രബോധനം എന്ന ഗ്രന്ഥം, തോമസ് സ്ലീഹായുടെ ഇന്ത്യയിലേക്കുള്ള പ്രതീക്ഷിത പ്രവർത്തനത്തിൻ്റെ വിശദമായിട്ടുള്ള വിവരണം പറയുന്ന ഒരു ഗ്രന്ഥമാണ് AD 200 രചിക്കപ്പെട്ട സ്ലീഹാമാരുടെ പ്രബോധനം. എദേസയിലെ വിശുദ്ധ എഫ്രൈം AD 306, 378 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. എഫ്രൈമിൻ്റെ രചനകളിൽ തോമസ് സ്ലീഹ ഇന്ത്യയിൽ പ്രവർത്തിച്ചതായും സുവിശേഷം അറിയിച്ചതായും ഒടുവിൽ രക്തസാക്ഷിത്വ മരണം വരിച്ചതായും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ള വിശദീകരണം എഫ്രൈമിൻ്റെ രചനകളിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം ഇനിയുമുണ്ട് അവരുടെ ചരിത്ര തെളിവുകൾ നിരത്തുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനോടൊക്കെ എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുന്നത്? അതായത് ഈ അക്കാലത്തെ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് എവ്സേബിയോസ് ഒക്കെ പറയുന്ന സ്ഥലം ഇന്ത്യാനയാണ്. ഇന്ത്യാന എന്നുള്ളത് നമ്മുടെ പ്രദേശമായ രാജ്യമായ ഇന്ത്യ അല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. തോമസ് ലീഗയുടെ ആഗമനത്തെ കുറിച്ച് പറയുന്ന ആൾ ചേടിയത്ത് പോലും അത് ഇന്ത്യ അല്ല സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് അഫ്ഗാനിസ്ഥാനും ഈ ഇറാഖിനും ഇറാനും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഇന്ത്യാന എന്ന് പറയുന്നത്. അവിടേക്ക് തോമസ് ലീഗ വന്നിരുന്നു എന്ന് പറയുന്ന കാര്യം നിഷേധിക്കാനാവില്ല. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന എൗസേബിയോസിൻ്റെ തിരുസഭാ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, അപ്പോസ്തലന്മാര് പോയ കൂട്ടത്തിൽ തോമസ് കടന്നു വന്ന പ്രത്യേക സ്ഥലത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. സ്ത്രീകന്മാർ ക്രിസ്തുവിനെ പ്രസംഗിച്ച ഭൂവിഭാഗങ്ങൾ, യഹൂദന്മാരുടെ സ്ഥിതി ഇതായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ രക്ഷകന്റെ വിശുദ്ധ ശിഷ്യരും സ്ലീഹന്മാരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞിരുന്നു. പാരമ്പര്യമനുസരിച്ച് പാർത്തിയ തോമായുടെ പ്രേക്ഷിതരംഗമായിരുന്നു. ഷിത്തിയ അന്ത്രയോസിനും ആസിയ യോഹന്നാനും ലഭിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാർത്തിയയിലേക്ക് തോമസ് ലീഗ പോയെന്നാണ്. അത് തിരുസഭാചരിത്രത്തിൽ എവ്സേബിയോസ് അല്ലെങ്കിൽ യൂസിബിയസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയത് കേരളത്തിൽ വന്നു എന്ന് പറയുന്നത്? പിന്നെ ഇന്ത്യാന എന്നൊക്കെ ഈ ആളുകൾ പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യ രാജ്യമല്ല. ഇന്ത്യ, മലബാർ, മലങ്കര എന്നിത്യാദി പദങ്ങളൊക്കെ ഉപയോഗിച്ചത് ഇന്ത്യയിലേക്ക് 7-ാം നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്ന മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രകാരന്മാരാണ്. അതിനുമുമ്പ് ഈ പദങ്ങൾ തന്നെ നിലവിലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ AD 200 രചിക്കപ്പെട്ട സ്ലീഹാമാരുടെ പ്രബോധനം എന്ന പുസ്തകത്തെ പാടെ താങ്കൾ നിഷേധിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം കേരളമല്ല, അത് കേരളമല്ല എന്നാണ്. എഫ്രൈം എന്ന് പറയുന്ന ആളുടെ രചനകളിൽ കാണുന്ന പരാമർശവും അതുപോലെ തന്നെ അതൊരു ചരിത്ര വസ്തുതയായിട്ട് അംഗീകരിക്കാൻ കഴിയും. അംഗീകരിച്ചാൽ തന്നെ എഡേസയിലേക്കാണ് വന്നത്, പാർട്ടിയിലേക്കാണ് വന്നത്, അല്ലാതെ ഈ ഇന്ത്യയിലേക്കോ കേരളത്തിലേക്കുമല്ല. നാം ഈ പറയുന്ന ഇന്ത്യ എന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മാത്രമാണ് രൂപപ്പെട്ടത്. ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന രാജ്യങ്ങൾ ഗുപ്ത കാലഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ അശോക കാലഘട്ടത്തിൽ പോലും ഒരു ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ആശയം ഉണ്ടായിരുന്നു. ഈ ചരിത്രകാരന്മാരൊക്കെ അല്ലെങ്കിൽ ഈ ചരിത്രത്തെ എടുത്ത് ഉദ്ധരിച്ച് തെളിയിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇപ്പോൾ കാണുന്ന നിലയിലുള്ള ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. മറിച്ച് പാർഥ്യ, അതുപോലെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യയാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവര് തോമസ് ലീഗ പാർഥ്യയിലും അതുപോലെ പഞ്ചാബിൻ്റെ പല ഭാഗങ്ങളിലും കാബൂള്, ഈ തുടങ്ങിയ മേഖലകളൊക്കെ സഞ്ചരിച്ച് ഇന്ത്യയിൽ താഴെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു എന്നുള്ള ഒരു ചരിത്രവും പറയുന്നുണ്ട്. അല്ല, അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. ഇത് ഇവർ അനുമാനമാണ്. പാർട്ടിയിലും എഡേസയിലും ഒക്കെ തോമസ് ലീഗ വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ചരിത്രത്തിന്റെ അടിസ്ഥാനം സമ്മതിക്കാം. പക്ഷെ കേരളത്തിലേക്ക് വന്നില്ലെന്നാണ് പറയുന്നത്. കേരളം എന്നത് ഇന്ത്യയുടെ ഭാഗം പോലുമായിരുന്നില്ല. നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മാത്രമാണ് കേരളം എന്ന ഭൂപ്രദേശം ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായി തീർന്നത്.
തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മറ്റൊരു പണ്ഡിതനായ ടിബറ്റൻ പണ്ഡിതനായ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് അത് രേഖപ്പെടുത്തിയിട്ടില്ല. അജ്ഞാത ഗ്രന്ഥകാരൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. മോറിബോസ് ബ്രാഹ്മണോരു എന്ന ഗ്രന്ഥം, അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥം അത് ഗ്രീക്കിലാണ് എഴുതപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അത് ലത്തീനിലേക്ക് വിവർത്തനം ചെയ്ത വിശുദ്ധ ആംബ്രോസ് ആണ്. ഏതാണ്ട് AD 397 കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്ന അംബ്രോസ് ആണത് വിവർത്തനം ചെയ്തത്. ആ പ്രസ്തുത ഗ്രന്ഥത്തിൽ തോമസ് ലീഗ തെക്കേ ഇന്ത്യയിൽ മുസിരിസ് തുറമുഖത്ത് വന്നു എന്ന് വ്യക്തമായി അവിടെ സുവിശേഷം അറിയിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതായത് ഗ്രീക്ക് നാടകം ഉണ്ടെന്നും ആ നാടകം ഈ കാലഘട്ടത്തിൽ എഴുതിയാണെന്നും പരാമർശിക്കപ്പെട്ട കാര്യം തുടങ്ങിയ പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഈ കാലഘട്ടം ഒക്കെ പറയുന്നത് കേവലം അനുമാനങ്ങൾ മാത്രമാണ്. 6-ാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തിൽ BC AD പോലും രൂപപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ 52-ൽ തോമസ് ലീഗ വന്നു എന്ന് ഇവിടെ ജീവിച്ചിരുന്ന കേരളക്കാരെങ്ങനെ മനസ്സിലാക്കിയെടുത്തു? ഇത് കേരളത്തിലുള്ളതാക്കി അനുമാനത്തിന്റെ അടിസ്ഥാനം. ഇത് പറഞ്ഞത് കേരളത്തിലുള്ളതല്ല. ഈ കേരളത്തിലെ ചരിത്രങ്ങളല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഇതെല്ലാം വൈദേശികമായ റിസോഴ്സസ്. അത് ആ ഗ്രന്ഥം ആരാണെന്ന് എഴുതിയതൊന്നും അറിയാൻ പാടില്ല. മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിലാണ് അത് എഴുതപ്പെട്ടു എന്ന് എങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും? അല്ല, ഇത് ചരിത്രം തെളിവുകൾ നിലവിലുള്ളതാണ്. അതായത് വിശുദ്ധ അംബ്രോസിന്റെ രചനകൾ നിലവിലുള്ളതാണ്. അന്ത്രയോസിന്റെ രചനകൾ ഞാൻ സമ്മതിക്കുന്നു. അന്ത്രയോസ് രചനകളൊക്കെ പറയുന്നത് ഈ കേരളത്തെ കുറിച്ചല്ലെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളുടെ കാലഘട്ടം ഈ 2-3 നൂറ്റാണ്ടിലാണെന്ന് സ്ഥാപിക്കത്തക്ക ഒരു തെളിവും അവരുടെ കൈവശമോ ആർക്കോ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പിൽക്കാലത്ത് എഴുതിയ പല രചനകളും അവർ അവകാശപ്പെടുന്ന പൗരാണികമെന്നാണ്. ഇപ്പോൾ ഈ 17-ാം നൂറ്റാണ്ട് രചിക്കപ്പെട്ട റംബാംപാട്ടുകളും മറ്റും എഴുതിയവർ പറയുന്നത് പൗരാണികമാണ്. അതിലെ ഭാഷ പോലും പരിശോധിച്ചാൽ അറിയും അത് 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ രൂപപ്പെട്ട പാട്ടുകളാണെന്ന്. ഇതുപോലെ തന്നെ ചരിത്രത്തിൽ തെളിവില്ലാതെ ചുമ്മാതെ നമുക്ക് ഒരു അനുമാനം വെച്ചുകൊണ്ട് ഏത് 3-ാം നൂറ്റാണ്ട് ഇത് ഈ പറയപ്പെട്ട ശ്ലീഹന്മാരുടെ പ്രബോധനം AD 200 അത് ചരിത്ര വസ്തുതയാണ്. എഥേസിലെ വിശുദ്ധ എഫ്രൈമിൻ അതിൻ്റെ രചനകൾ AD 306-378. അതുപോലെ ഗ്രിഗറി നാൻസിയാൻസ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ രചന എന്ന് പറയുന്നത് ആര്യന്മാരെ കുറിച്ച് എതിരെയുള്ള പ്രഭാഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിലാണ്. വിശുദ്ധ തോമസ് ലീഗ ഭാരതത്തിൽ വന്നു എന്ന് പറയുന്നു. 324 വന്നോ ഇന്ത്യയിൽ വന്നോ എന്ന് ഇവരാരും എഴുതിയിട്ടില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയാം. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പ്രസ്തുത ഗ്രന്ഥത്തിൽ പറയുന്നത്, അതായത് അംബ്രോസിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തെക്കേ ഇന്ത്യയിലെ മുസിരിസിൽ വന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വിഖ്യാതനായ പണ്ഡിതനായ വിശുദ്ധ ജെറോം അദ്ദേഹത്തിന്റെ രചനകളിൽ തോമസ് ലീഗ ആദ്യം ഉത്തരേന്ത്യയിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും നടത്തിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇത് ഇല്ല എന്ന് ഒറ്റയടിക്ക് നിഷേധിക്കാൻ നമുക്ക് പറ്റുമോ? അത് ഏതാണ്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഇപ്പോ 1-ാം നൂറ്റാണ്ടിൽ നമ്പൂതിരിമാരുടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ട് ഇപ്പോ ചരിത്രത്തിൽ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടാൻ പറ്റിയ എല്ലാ ന്യായം കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവരുടെ രചനകൾ ഇപ്പോൾ തന്നെ തിരുസഭാ ചരിത്ര പ്രകാരം കേരളത്തിലാണ് തോമസ് ലീഗ വന്നതെന്ന് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് ഞാൻ കാണിക്കാം. പക്ഷെ അവർക്ക് അബദ്ധം പറ്റിയതാണ്. തിരുസഭാ ചരിത്രത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ചരിത്രകാരൻ എഴുത്തുകാർ എഴുതിയിരിക്കുന്നത്? ഞാൻ പുസ്തകം വേണം ഹാജരാക്കാം. അവർ പറയുന്നത് കേരളത്തിൽ വന്ന് യൂസേബിയസ് പറഞ്ഞു വന്ന അങ്ങനെ ഒരു പരാമർശവും ഒരു പുസ്തകത്തിലും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, യൂസേബിയസ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ യൂസേബിയസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പാന്തേണിയസ് എന്ന ആള് അദ്ദേഹം ഇന്ത്യയെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ പാന്തേണിയസ് എത്തിയപ്പോൾ ഇവിടെ ക്രൈസ്തവ സമൂഹത്തെ കണ്ടു എന്നുമാണ് യൂസേബിയസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, പാന്തേനിയൂസ് കേരളത്തിലോ ഇന്ത്യയിലോ വന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കടന്നു വന്നത് ബ്രാഹ്മണർ ആധിപത്യം ഉണ്ടായിരുന്ന ഇന്ത്യാനയിലാണെന്നാണ്. ഇന്ത്യാന എന്നുള്ളത് ഇന്ത്യ
അല്ലെന്നും ഈ ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. അപ്പൊ പാന്തേനൂസ് വന്നപ്പോൾ അവിടെ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ എഴുതിയ സുവിശേഷം കണ്ടെന്ന് മത്തായിയുടെ സുവിശേഷം വാസ്തവത്തിൽ എഴുതപ്പെട്ടത് AD 70 അല്ലെങ്കിൽ 85 വരെയുള്ള കാലഘട്ടത്തിലാണ് പെട്ടെന്ന് മരണം സംഭവിച്ചു. ഇപ്പൊ 52 വന്ന തോമാസ് ലീഗ കേരളത്തിൽ വന്നപ്പോൾ 70 ശേഷം എഴുതിയ അല്ല 2-ാം നൂറ്റാണ്ടിൽ വന്ന പാന്തേനീസ് കണ്ടെന്നാണ്. അല്ലല്ല, തോമസ് ലീഗ വന്നെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2-ാം നൂറ്റാണ്ടിൽ ഭാരത പര്യടനം നടത്തിയ പാന്തേനീസ് ഇത് കണ്ടുവെന്നാണ്. അങ്ങനെയല്ല. ഞാൻ വായിക്കാം. പാന്തേനൂസ് കേരളത്തിൽ വന്നപ്പോൾ ഇവർ പറയുന്നത് തോമാസ് ലീഗ കേരളത്തിൽ കൊണ്ടുവന്ന 72 കൊണ്ടുവന്ന മത്തായി സുവിശേഷം എബ്രായ പതിപ്പ് പാന്തേനൂസ് കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നല്ലേ അർത്ഥം. പിന്നീടുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ക്രൈസ്തവ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലായിരുന്നു നിക്കിയ സിനോദോസ്. അപ്പോൾ അതിൽ ഭാരതത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ അഥവാ യോഹന്നാൻ എന്ന പ്രതിനിധിയാണ് 325 നടന്ന സിനോദോസിൽ പങ്കെടുത്ത് പറഞ്ഞത്. അതും ഇന്ത്യാനയിൽ നിന്നാണ്, അല്ല കേരളത്തിൽ നിന്നല്ല, ഇന്ത്യാനയിൽ നിന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ പേർഷ്യ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് യോഹന്നാൻ അല്ലെങ്കിൽ ജോൺ അവിടെ പങ്കെടുത്തതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കേരളവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ സാറിന്റെ ഇതുവരെയുള്ള ഈ ചരിത്രപരതയെക്കുറിച്ചുള്ള സാറിന്റെ ബോധ്യങ്ങളിൽ നിന്ന് AD 200, AD 300, AD 324, AD 333, അതുപോലെ 4-ാം നൂറ്റാണ്ട് 325 നിക്കിയ സിനോദോസ്, ഈ പറയപ്പെടുന്ന ചരിത്രവാദഗതികളെല്ലാം അപ്പാടെ തെറ്റാണെന്നും അല്ലല്ല, അത് കേരളത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒന്നും കേരളം പരാമർശന വിഷയമായിട്ടേ ഇല്ല. കേരളം അല്ലെങ്കിൽ ചേരനാടിനെ കുറിച്ചൊന്നും സൂചന പോലും നൽകിയിട്ടില്ല. അതിലൊരു വ്യത്യാസമുണ്ട്. അതായത് ദേമോറിസ് ബ്രാഹ്മണോരു എന്ന ഗ്രന്ഥം, ടിബറ്റൻ പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥത്തിൽ ലത്തിനിലേക്ക് വിവർത്തനം ചെയ്തത് ആംബ്രോസ് ആണെന്ന് പറഞ്ഞല്ലോ 333. അതിൽ വ്യക്തമായി മുസ്രീസ് തുറമുഖത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കഥയാണ്. കാരണം അതിനകത്ത് ഒരു എവിഡൻസും ഇല്ലാത്ത കഥകളാണ്. ഈ 332, 330 ആരെ എഴുതുന്ന പോലും അറിയില്ല, ചുമ്മാ പുസ്തകം. ഇതൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ള ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം തന്നെ ധാരാളം അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളൊക്കെ അവകാശപ്പെടുന്നത് അപ്പോസ്തലിക കാലഘട്ടത്തിൽ എഴുതിയതാണ്. പൗലൂസിന്റെ ചരിത്രം, തോമായുടെ ചരിത്രം, ബർന്നബാസിന്റെ ഒക്കെ സംഭവിച്ചുള്ള ഒട്ടേറെ പൊട്ടക്കഥകൾ, അതൊക്കെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ആയിരുന്നു. അതൊക്കെ എല്ലാ ക്രൈസ്തവം നിഷേധിച്ചിരിക്കുക. ഇതുപോലെ തന്നെ ഓരോ പുസ്തകം എഴുതിയിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഗ്രീക്ക് പുസ്തകത്തിന്റെ പ്രതി ഉണ്ടത്രേ, അത് എഴുതി 1-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുക. ഒരു കേരളക്കാരനായ എഴുത്തുകാരനാണ് പറയുന്നത് ഗ്രീക്കില് ഉണ്ടായ നാടകമാണത്രേ. അതിന് ഒരു തെളിവ് അവിടെ കവിശയില്ല, ചുമ്മാതെ എങ്ങ് എഴുതുക. ഇപ്പോൾ ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസം രൂപപ്പെട്ടു വന്നു. അതിനടുത്തത്തിൽ ഈ ചരിത്രകാരന്മാർ പലരും ഈ കെട്ടുകഥകളെ ഉപജീവിച്ച ചരിത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കെട്ടുകഥകൾ ചരിത്രമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഗ കേരളത്തിലേക്ക് വന്നു എന്നതിന് ഉപോത്ബലകമായിട്ട് അതിന് തെളിവുകളായിട്ട് നിരത്തിക്കൊണ്ടുവരുന്ന ഇത്തരം 2-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രങ്ങളെ അല്ലെങ്കിൽ ചരിത്ര വസ്തുതകൾ അത് നിർമ്മിത കഥകളാണ് എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വെച്ചത്. അതിനൊന്നും വിശ്വാസ്യതയില്ല, അടിസ്ഥാനരഹിതമായിട്ടുള്ള കെട്ടുകഥകളാണ്, അംഗീകരിക്കാൻ കഴിയില്ല, വസ്തുനിഷ്ഠമല്ല എന്നാണ് ബഹുമാനപ്പെട്ട സാറ് ഓർപ്പിച്ചത്. ഇനി ഈ ട്രഡീഷനോടനുബന്ധിച്ചുള്ള നമ്മൾ പറയുമ്പോൾ തന്നെ സെൻറ് തോമസ് ട്രഡീഷൻ എന്നാണല്ലോ പറയുന്നത്. തോമസ് ലീഗയുടെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ അടങ്ങിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് നമ്മൾ വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തോടെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും വായ്മൊഴി പാട്ടുകളാണ് അതിന് ഉപോത്ബലകമായിട്ട് തെളിവായിട്ട് ഈ പാരമ്പര്യത്തെ സ്ഥാപിക്കാനായിട്ട് പറയുന്നത്. ആ പാട്ടുകളെ സംബന്ധിച്ച് പ്രധാനമായും മാർഗംകളിപ്പാട്ട്, റമ്പാൻ പാട്ട്, തോമാപർവം, വീരടിയാൻ പാട്ട്, ഈ 4 തരത്തിലുള്ള വായ്മൊഴി പാട്ടുകളാണ് ഈ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. ഈ അടുത്ത കാലത്ത്
CNN നടത്തിയ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ലോകപ്രസിദ്ധമായ ചാനലാണ്. ആ ചാനലിൽ പോലും ഈ പാട്ടുകളെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. ഈ പാട്ടുകളൊക്കെ ഒരു കാലഘട്ടത്തിലൂടെ തലമുറകളിലൂടെ കൈമാറി വന്ന പാട്ടുകളാണെന്നാണ് അവർ പോലും ഏറ്റവും ഉന്നതരായ ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുള്ള ചരിത്ര വിഭാഗം തലവന്മാർ കൂടിയിരുന്ന് CNN നടത്തിയ അഭിമുഖത്തിലും ആ പരിപാടിയിലും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പാട്ടുകളെ ചരിത്രമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ രൂപപ്പെട്ട പാട്ടുകളാണ് രംപാം പാട്ടുകൾ, അതുപോലെ തന്നെ വീരടിയാൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ എന്നിവയൊക്കെ. അതിൻ്റെ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം പറയുന്നത് 17-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്. കാര്യകാരണ സഹിതം അവർ സമർത്ഥിക്കുന്നുണ്ട്. അത് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഷാ പ്രയോഗം അക്കാലത്തെ 17-ാം നൂറ്റാണ്ടിലുള്ള മലയാളികളുടെ ഭാഷയോട് ചേർന്ന് പോകുന്നതുകൊണ്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ 1601 ഇത് എഴുതപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലാണല്ലോ ഈ നമ്മുടെ ഭാഷയുടെ പരിഷ്കരണം തന്നെ ഉണ്ടായത്. എഴുത്തച്ഛൻ്റെ കാലഘട്ടം പോലും 16-ാം നൂറ്റാണ്ടെന്നാണ് പറയുന്നത്. അതിനു മുമ്പുള്ള മലയാളം നമുക്ക് തന്നെ മനസ്സിലാകുന്ന മലയാളമായിരുന്നില്ല, തമിഴ് കലർന്ന മലയാളമാണ്. അപ്പൊ ഈ രംപാം പാട്ടുകളും മാപ്പിളപ്പാട്ടിലും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ 17-ാം നൂറ്റാണ്ട് രചിക്കപ്പെട്ടെന്ന് പറയപ്പെടുന്ന ഈ പാട്ടുകൾ 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഗ വന്നതിന് തെളിവായിട്ട് എങ്ങനെ നമ്മൾ അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ അതിനൊരു തെളിവായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ ആക്ട്സ് ഓഫ് സെന്റ് തോമസിന്റെ നടപടികൾ എന്നൊരു പുസ്തകമുണ്ട്. അതിനെ ഉപജീവിച്ചാണ് ഈ പാട്ടുകളെല്ലാം എഴുതിയിട്ടുള്ളത്. അതൊരു കെട്ടുകഥയാണെന്നും അത് വിശ്വസിക്കാൻ പാടില്ലെന്നും സിറിൽ എന്ന യെരൂശലേമിലെ ബിഷപ്പ് പോലും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറും കാൽപ്പനികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു നിരീശ്വര ആളുകളെ കേട്ട് പരിഹസിക്കാൻ തോന്നുന്ന തരത്തിലുള്ളതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ബ്രദർ അല്ലെങ്കിൽ ഒരു ഇരട്ട സഹോദരൻ ഒന്നായിരുന്നു തോമാസ് ലീഗ. ആശാരിയായിരുന്നു. വാസ്തവത്തിൽ മുക്കുവനാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കാര്യമായ രേഖകൾ നമുക്കുണ്ട്. പക്ഷേ യേശുവിൻ്റെ ബ്രദറായിരുന്നു എന്നും സുവിശേഷം അറിയിക്കാനായിട്ട് ഈ വടക്കേന്ത്യയിലേക്ക് കുറി വീണ അദ്ദേഹം അതിന് സമ്മതിക്കാവുന്നപ്പോൾ അദ്ദേഹത്തെ കർത്താവ് തന്നെ അടിമയായി വിറ്റു. അപ്പോ അദ്ദേഹത്തെ പിന്നെ ഇവിടെ ഗോണ്ടോഫോറോസ് കൊണ്ടുവന്നെന്നും ഗോണ്ടോഫോറോസിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം കഥ. ഗോണ്ടോഫോറസ് അതിൻ്റെ സഹോദരൻ പിന്നെ ഒരു സ്വപ്നം കണ്ടെന്നും അതിനു മുമ്പ് ഗോണ്ടോഫോറോസിന്റെ കൊട്ടാരം പണിയാൻ ഈ മനുഷ്യനെ ചുമതലപ്പെടുത്തി. കൊട്ടാരം പണിയാനുള്ള സ്ഥിതി എങ്ങനെയാണ് തോമസ് കൈക്കലാക്കി നമുക്കറിയാൻ പാടില്ല. അതിന്റെ പ്രതിഫലമായിട്ടുള്ള സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. പിന്നീട് ഗോണ്ടോഫോറസിന്റെ സഹോദരൻ സ്വപ്നം കണ്ട് കൊട്ടാരം ഒരു തോമസ് പണിയതായിട്ട് സ്വപ്നം അത് കണ്ടപ്പോഴത്തേന് തോമാസ് ലീഗയെ ജയിൽ വിമുക്തനാക്കിയെന്നും ആ ഗോണ്ടോഫോറസും സഹോദരൻ ആളുകളെല്ലാം ക്രിസ്തുമതം സ്വീകരിച്ചെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കെട്ടുകഥയെ ആസ്പദമാക്കിയാണ് ഈ പാട്ടുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണല്ലോ വീരടിയാൻ പാട്ട്. അതിനെ കുറിച്ച് എന്താണ്? വീരടിയാൻ പാട്ട് വാസ്തവത്തിൽ അക്കാലഘട്ടത്തിലെ ഈ തോമാസ് ബന്ധപ്പെട്ട പേരുകൾ പോലും അല്ല, സിറിയൻ പാരമ്പര്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പാട്ടാണ് വീരടിയൻ പാട്ട്. അത് ഹിന്ദു ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പാട്ടാണ്. അത് തോമാസിയുടെ പാട്ടായിട്ട് ദത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഇല്ലാത്ത കഥകളൊക്കെ കൊണ്ടുവന്ന് ആളുകളെ വിശ്വസിക്കാൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഈ പാരമ്പര്യ ക്രൈസ്തവവാദികളുടെ ഇടയിൽ ഉണ്ടെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് രസകരമായിട്ടുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുള്ളതാണ്. അതായത് കേരളത്തിലെ ഒട്ടുമിക്ക മധ്യ തിരുവിതാംകൂറിലുള്ള കുടുംബയോഗങ്ങളുണ്ട്. ആ കുടുംബയോഗങ്ങളിലൊക്കെ അവർക്ക് പ്രത്യേകതരമായി ഞാനൊരു പുസ്തകം കാണാനുണ്ട്. ആ പുസ്തകത്തിൽ ആരംഭിക്കുന്നത് തന്നെ ഞങ്ങളുടെ പൂർവ്വ പിതാമഹൻ കുറവലങ്ങാട് നിന്നും വെള്ളത്തിലൂടെ അല്ലെങ്കിൽ നദിയിലൂടെ വന്നതാണ്
തെക്കോട്ട് വന്ന എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ കേട്ടിട്ടുള്ളത് മറ്റെല്ലാ കുടുംബയോഗത്തിൻ്റെയും പുസ്തകങ്ങളിൽ, ചരിത്രം എഴുതിയ പുസ്തകങ്ങളിൽ ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്, ഈ പകലോമറ്റത്തു നിന്നാണോ അതോ കുറവിലങ്ങാട് കേന്ദ്രീകരിച്ചാണോ ഇതെല്ലാം തെക്കോട്ട് പോയതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് ഉത്ഭവിക്കാനുള്ള കാരണം? അതിന്റെ പ്രധാന കാരണം ഈ സിറിയൻ ക്രിസ്ത്യൻസ്, ഇവിടുത്തെ മാർഗവാദി ക്രിസ്ത്യാനികൾ എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഈഴവരേക്കാൾ ഉയർന്ന ഒരു സാമൂഹ്യ പദവി കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് കുടിയേറ്റക്കാരെന്ന നിലയിൽ. അങ്ങനെ വന്നപ്പോൾ ഇവര് നമ്പൂതിരിമാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ തൊട്ടടുത്ത് നായന്മാരും അതിന് കുറച്ച് അകലെ ഈ സിറിയൻ ക്രിസ്ത്യൻസ് താമസിച്ചിരുന്നു. അവരെ അവിടെ താമസിപ്പിക്കാൻ കാരണം അവർക്ക് ഊഴിയ വേല ചെയ്യാൻ വേണ്ടിയാണ്. അമ്പലങ്ങളിൽ ഊഴിയ വേല ചെയ്യുന്നവരായിരുന്നു ഈ സിറിയൻ ക്രിസ്ത്യൻസ്. നായന്മാരുടെ വീടുകളിൽ നെല്ല് കുത്താനും തേങ്ങ അരയ്ക്കാനും മറ്റും അവരെ നിയോഗിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൺട്രോ സാഹിബിന്റെ കാലഘട്ടം വരെ അവർ ഒരുതരം അടിമകളെ പോലെ വേല ചെയ്യുന്നവരായിരുന്നു. മൺട്രോ സാഹിബിന്റെ ശ്രമഫലമായിട്ടാണ് ഈ ഊഴിയ വേല പോലും നിർത്തലാക്കിയെന്ന് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്പൂതിരിമാരുടെയും മറ്റും ഇല്ലങ്ങൾക്ക് സമീപം താമസിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇല്ലങ്ങളുടെ പേരുണ്ടായി. അപ്പൊ ഇവിടെ അടിമകൾ വർഗം താമസിച്ചിരുന്നത് യജമാനന്മാരുടെ സ്ഥലങ്ങളില്ല. ആ അടിമകൾക്ക് യജമാനന്മാരുടെ പേര് കിട്ടിയതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻസ് അമ്പലവാസികളുടെ അടുക്കൽ താമസിച്ച് അമ്പലവാസികളുടെ പേര് കിട്ടിയതുകൊണ്ട് അവരെല്ലാം അമ്പലവാസികളിൽ നിന്ന് കൺവേർട്ട് ചെയ്തെന്ന് പറയുന്നത് വെറും ഹാസ്യാത്മകവും വിരോധാഭാസവുമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ സെൻറ് തോമസ് ട്രഡീഷനോട് ബന്ധപ്പെട്ട 7 പള്ളികൾ, അതായത് കേരളത്തിലേക്ക് വന്ന സെൻറ് തോമസ് 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുന്ന ഒരു വലിയ പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് അത് നടന്നത്? ഒന്ന്, അത് ആ കാലഘട്ടത്തിൽ തോമാസ് ലീഗ സ്ഥാപിച്ച സഭകളാണോ അതോ പിൽക്കാലത്ത് കെട്ടുകഥകളായിട്ട് ഈ 7 പള്ളികൾ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ, പറവൂർ, പാലയൂർ, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, പിന്നെ അരപ്പള്ളി എന്ന് പറയുന്നത് തിരുവിതാംകൂടാണ്. അപ്പോൾ ഈ പള്ളികൾ പ്രത്യേകിച്ച് ഞാൻ കണ്ടുവരുന്ന ഒരു സവിശേഷത ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അരപ്പള്ളി കേരളത്തിലുള്ള അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ആ 7 മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അതിൻ്റെ വസ്തുത, ചരിത്രപരമായിട്ടുള്ള വസ്തുത എന്താണ്? ഈ അരപ്പള്ളി സ്ഥാപിച്ചെന്ന് പറയുന്ന മലങ്കരയെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് 7 പള്ളികളായിക്കോട്ടെ. അപ്പൊ അവരെല്ലാം ബ്രാഹ്മണ സങ്കേതങ്ങളാണെന്നാണ് അവർ പറയുന്നത്. ബ്രാഹ്മണ സങ്കേതങ്ങളുടെ പട്ടിക എൻ്റെ കൈവശമുണ്ട്. 32 സങ്കേതങ്ങൾ. അവര് താമസിച്ച സ്ഥലങ്ങളൊന്നും ഈ പറയുന്ന സ്ഥലങ്ങളായിരുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിലയ്ക്കൽ എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ പോലും ഒരു മനുഷ്യൻ അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള സ്ഥലത്ത് 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഗ അവിടെ ചെന്ന് ഇല്ലാതിരുന്ന നമ്പൂതിരിമാരെ മതം മാറ്റി പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്നത് ചരിത്രം നിരക്കുന്നതാണോ? പോരാ. ഈ കാലടി അടുത്ത് അത്ര പേരെന്താ, മലയാറ്റൂർ മലയിൽ തോമാസ് ലീഗയുടെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടത്രേ. ഒരു മനുഷ്യൻ നടന്നു പോയാൽ 1000 കിലോ ഭാരമുള്ളതാണെങ്കിലും ഉള്ളവനാണെങ്കിലും അയാളുടെ പാദങ്ങൾ പതിയാൻ ഒരു സാധ്യത ഇല്ലാതിരിക്കെ തോമാസുകളുടെ പാദങ്ങൾ അവിടെ പണിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ അതുപോലുള്ള കഥകൾ പടച്ചുണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇവരുടെ ഈ അവകാശവാദത്തെ നിഷേധിക്കാൻ പോരുന്നതാണ്. അതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഒരിക്കലും പള്ളികൾ സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ തോമാസ് ലീഗ വന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? ഇപ്പൊ അവർ മാറ്റി പറഞ്ഞിരിക്കുക. ആദ്യമൊക്കെ നമ്പൂതിരി പാരമ്പര്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ സവർണരാന്ന് പറയുന്നു. പിന്നീട് പള്ളികൾക്ക് പകരം സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നു. അതൊക്കെ പരിഷ്കൃതമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ സ്വീകാര്യമല്ലാത്തതുകൊണ്ട് മാറ്റി മാറ്റി പറയുക. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം നിഷേധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ അവർ അവർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം, അവർ ഏതോ ആഠ്യന്മാരാണ്,
അവരോട് ഇത് ഉയർന്ന ജാതിക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാ. പക്ഷേ ഈ നമ്പൂതിരിമാർ തന്നെ കെട്ട ജാതിയായിരുന്നു. അവർ ഒരു പരിഷ്കൃത സമൂഹമായിരുന്നില്ല. അവർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന മുഖ്യന്മാരായിരുന്നു എന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നു. അവരുടെ പൂണു നൂൽ എന്ന് പറയുന്നത് ചൂണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന നൂലാണ്. അവര് കഴിഞ്ഞ കാലഘട്ടം വരെ അവരുടെ കല്യാണത്തിന് വലിയ ഒരു കുട്ടകം പോലെ ഉണ്ടാക്കിയിട്ട് മീനെ പിടിച്ചിരുന്ന രീതി ഉണ്ടായിരുന്നു. ആളുകൾ പരിഹസിച്ച് അത് ഒഴിവാക്കിയിരിക്കുക. നമ്പൂതിരി എന്നുള്ളത് അത് ഈ വള്ളത്തിന്റെ പങ്കായത്തിന് ഉപയോഗിക്കുന്ന പദമാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ ഇവരൊരു പരിഷ്കൃത സമൂഹമേ ആയിരുന്നില്ല. അവരിങ്ങനെ ഈ വട്ടം കറങ്ങി വട്ടം ചുറ്റി നോമാഡിക് ട്രൈബായിട്ട് മഹാരാഷ്ട്ര വഴി കർണാടകയിൽ വന്നു, കുറച്ച് പേര് തമിഴ്നാട് വഴി ഇങ്ങോട്ട് വന്ന് കുടിയേറി പാർത്ത് ഇവിടെ സ്വൈര വിഹാരം ചെയ്തിരുന്ന ചേര ജനതയെ കീഴടക്കി അവരെ നിയമം കൊണ്ടുവന്ന് അവർ സാമണ്ടരാണെന്നും അവർ ബ്രഹ്മാവിന്റെ തലയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ശുദ്രന്മാരെല്ലാം പാദത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് സ്ഥാപിച്ച് വർണ്ണാശ്രമ ധർമ്മം നടത്തി ചൂഷണം ചെയ്ത് എല്ലാ സ്വത്തുകളും കൈക്കുശലൊക്കെ കൗശലന്മാരും ആ വാസ്തവത്തിൽ നരാധവന്മാരുമാണ് നമ്പൂതിരിമാർ. അവരുടെ പാരമ്പര്യം എന്തിന് സുറിയാനി ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു? മറിച്ച് ഇവിടുത്തെ ആദിമ ജനതയുടെ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നെങ്കിൽ അതിനകത്ത് ഏറെക്കുറെ വിശ്വാസ്യ തോന്നാമായിരുന്നു. ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ഈ അനുബന്ധ കഥകൾ, കെട്ടുകഥകൾ, ഐതിഹ്യങ്ങൾ വിശ്വാസയോഗ്യമല്ലാത്ത, വസ്തുനിഷ്ഠമല്ലാത്ത ഇത്തരം കഥകളുടെ രംഗപ്രവേശം കൊണ്ടല്ലേ തോമാസ് ലീഗ ഇന്ത്യയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാൻ വിമുഖത കാണിക്കുന്നത്? അതെ, ഇത് ഇവർക്ക് വേണ്ടത് തോമാസ് ലീഗയുടെ ആഗമനമല്ല, മറിച്ച് ഇവരുടെ ആഠ്യത്വം ജനങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുള്ളതായിരുന്നു. അത് ആ ഒരു സംഭവങ്ങളെല്ലാം തോമാസ് ലീഗയുടെ മേൽ കെട്ടിവയ്ക്കുന്ന വാസ്തവത്തിൽ ക്ഷമിക്കപ്പെടാൻ യോഗ്യമായ പാവമല്ല അവർ ചെയ്തത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ല. തോമാസ് ലീഗ ഇതെല്ലാം ചെയ്യുന്ന ആളാണ് ഇവർ വരുത്തി തീർത്തത് അപ്പോസ്തലന്മാരോട് ചെയ്ത കടുത്ത അനീതിയമാണ്. അവരിവിടുന്ന് സാഹോദര്യാധിഷ്ഠിതമായ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നു. അതിന് പകരം ഇവിടെ ഈ പള്ളികളൊക്കെ സ്ഥാപിച്ച്, അത് പിൽക്കാലത്തുണ്ടായ ഒരു കഥയല്ലേ, പിൽക്കാലത്തുണ്ടായ വിളക്കി ചേർത്ത കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഒരു സെന്റ് തോമസ് വന്ന കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹങ്ങൾ, അതായത് അപ്പോസ്തലിക കാലത്തിലെ ഉപദേശം സ്വീകരിച്ച അപ്പോസ്തലിക മാതൃകൾ പിന്തുടരുന്ന ഒരു സഭയായിരിക്കാം കേരളത്തിൽ ഉണ്ടായത്. പിൽക്കാലത്ത് ഇവരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ആളുകളുടെ മേധാവിത്യം ഉണ്ടായപ്പോൾ ആയിരിക്കാമല്ലോ ഇത്തരം കഥകൾ ഉണ്ടായത്. അങ്ങനെ കഥ വന്നാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അധപതിച്ചു പോയി. കാരണം അങ്ങനെ അവർ രൂപപ്പെടുത്തിയതല്ല. 7-ാം നൂറ്റാണ്ടിൽ ഇവിടത്തെ ക്രൈസ്തവരുണ്ടായിരുന്നതായിട്ട് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നുണ്ട്. അവര് പേർഷ്യയിൽ നിന്ന് കുടിയേറി വന്നവരാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. അപ്പൊ 7-ാം നൂറ്റാണ്ടിലെ കുടിയേറ്റക്കാരാണ് കേരളത്തിലെ ക്രൈസ്തവര്. അവര് അതിന് നമുക്ക് അംഗീകരിക്കുന്നത് എത്തിയിരിക്കുന്നേ. ഇനിയും സമയക്കുറവ് മുതൽ നമ്മൾ കുറച്ചുകൂടെ വേഗത്തിൽ പോവുകയാണ്. ഇനിയും അവസാനമായിട്ട് മർത്തോമൻ കുരിശുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത മർത്തോമൻ കുരിശുകൾ, പര്യവേഷകർ നടത്തിയ ഉത്ഖനനത്തിലൂടെ കണ്ടെടുത്ത ഈ പള്ളി പുതുക്കപ്പണലിനോട് ബന്ധപ്പെട്ട് കണ്ട കുരിശുകൾ, ഈ കുരിശിന്റെ ചിത്രമാണ് ഈ പഹലവിയൻ കുരിശ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ കുരിശുമായി പുലബന്ധം പോലുമില്ല. ഈ കുരിശ് വളരെ വ്യക്തമായി പഠിക്കാറിയാം. അത് 4-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു പ്രത്യേക പാഷണ്ഡ മതത്തിന്റെ, അല്ലെങ്കിൽ അതിന്റെ ബന്ധം മാണിക്യനിസക്കാരുടെ കുരിശാണെന്ന് സമ്മതിക്കേണ്ടിയിരുന്നു. കോട്ടയം പള്ളിയിലും ഒക്കെ ആ കുരിശിരിപ്പുണ്ട്. ഈ കുരിശുമായിട്ട് ക്രിസ്തുവിന്റെ കുരിശിന് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവിന്റെ കുരിശുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കോട്ടയം വലിയ പള്ളിയിൽ നിന്നും അതുപോലെ മുട്ടുച്ചിറ പള്ളിയിൽ നിന്നും ഒക്കെ ഈ കുരിശ് കണ്ടെടുത്തത് എങ്ങനെയാണ്? പറയാം. അപ്പൊ അതല്ല പറഞ്ഞ ഇപ്പോ ഈ
4-ാം നൂറ്റാണ്ടിന് ശേഷം രൂപപ്പെട്ട ഒരു പാഷണ്ഡ മതമാണ് ഈ പറയുന്ന എന്താ പറയുന്നത് വെറുതെ പോയി മാണിക്യനിസം. മാണി എന്ന ആള് ക്രിസ്തുവിന് പോലെ ഒരാളാണ് അവകാശപ്പെട്ടയാളാണ്. അതായത് പരിശുദ്ധാത്മാവ് താനാണെന്നും മാത്രമല്ല മറിയയിൽ ഗർഭം ധരിച്ച് ഇവിടെ ഭൂജാതനായെന്നും ഒക്കെ അവകാശപ്പെടുന്ന ഒരു പാഷണ്ഡനായിരുന്നു മാണിക്യൻ. അദ്ദേഹത്തെ പേർഷ്യയിൽ വെച്ച് കൊല്ലുകയായിരുന്നു. സ്വരദുഷ്ട മതത്തിന്റെ ആരായിരുന്നു ആ മതക്കാരായിരുന്നല്ലോ പേർഷ്യ ആധിപത്യം. അവർ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. അതിനുശേഷം മാണിക്യനിസം എന്ന ഒരു സംഘപ്രസ്ഥാനം കേരളത്തിലേക്ക് കുടിയേറി പാർത്തു. അത് 2 പ്രധാനപ്പെട്ട ആളുകൾ ഇവരുടെ മിഷണറിമാരെ വന്നു പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന് സെന്റ് തോമസ്, 2 ആസാദ് പോലെ ആൾ കാശ്മീരിലേക്കും മറ്റേ ആൾ കേരളത്തിലേക്കും വന്നു. ആ സെന്റ് തോമസ് എന്ന ആളാണ് ഇവിടെ ഈ ക്രൈസ്തവ സഭയ്ക്ക് വേരോട്ടം കൊടുത്തത്. അത് സെന്റ് തോമസ് തന്നെയാണ്. മാർ തോമസ് എന്ന് പറയുന്നത് മാർ ശ്രേഷ്ഠൻ എന്നർത്ഥമുണ്ട്. അപ്പൊ ആ നിലയിലാണ് മാർ തോമസ് എന്ന പേരുണ്ടായത്. അദ്ദേഹമാണ് മാർത്തോമ സഭയ്ക്ക് കേരളത്തിൽ, അല്ലെങ്കിൽ മാർത്തോമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സഭയല്ല, സഭയ്ക്ക് എന്നറിയപ്പെടുന്ന സഭയ്ക്ക് ബീജാവാപം ചെയ്ത് മാർത്തോമ ക്രിസ്ത്യൻ എന്നാണെന്ന് അറിയപ്പെട്ടത്. അതെ 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 അതെ. അത് വാസ്തവത്തിൽ ക്രിസ്ത്യാനികളെ ആയിരുന്നില്ല. പക്ഷേ ഈ കുരിശുകളൊക്കെ കണ്ടെത്തിയത് ചർച്ചകളോട് ഇപ്പൊ കടമറ്റം, കോട്ടയം, മുട്ടുചിറ, കോതനല്ലൂര്, ആലങ്ങാട്, ഗോവ, ഇത്രയും സ്ഥലങ്ങളിലാണ് സൗത്ത് ഇന്ത്യയിൽ. പിന്നീട് 3 കുരിശുകൾ കണ്ടെടുത്തത് ശ്രീലങ്കയിലാണ്. 15-ാം നൂറ്റാണ്ടിലാണ്. അതിലൊന്ന് മാത്രമേ ഇപ്പോൾ അവിടെ ശേഷിക്കുന്നുള്ളൂ. അതിന്റെ ഒരു കോപ്പിയാണ്. അത് തനിമയുള്ള കോട്ടയത്തുള്ളത്. അത് ഈ കാണുന്ന കുരിശ് തന്നെയാണ്. ഇത് ക്രൈസ്തവ മതമായിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഒരു ബന്ധവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ്, എന്റെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഈ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുരിശ് കണ്ടെത്തിയത്? അതിന്റെ മതത്തിന്റെ ഭാഗമായിട്ട് ഇവർ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു. അല്ല, ഇനിയും ഞാൻ വായിച്ച് കേട്ടതുപോലെ, ശരിയാണെന്ന് എനിക്കറിയത്തില്ല, യുദ്ധങ്ങളുമായിട്ട്, കേരളത്തിൽ നടന്ന യുദ്ധങ്ങളുമായിട്ട് അത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചരിത്രത്തില്? ഇത് നഷ്ടപ്പെടുവാനും അത് പിന്നെ കണ്ടെടുക്കാനുള്ള കാരണം? അല്ല, ഈ ചരിത്രം എന്നുള്ളതിൽ സ്ഥിരീകരിക്കപ്പെടാനാവില്ല. അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ അവരിവിടെ കുടിയേറി പാർത്തത് ഒരു 7-ാം നൂറ്റാണ്ടോട് ചേർന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ചരിത്രകാരന്മാർ ഇനിയും കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കുരിശ് 15-ാം തൊട്ടേ കണ്ടെത്തി. പക്ഷേ ആർക്കിയോളജിക്കൽ എവിഡൻസ് പക്ഷേ കണ്ടെത്തിയത് 15-ാം നൂറ്റാണ്ടിന് ശേഷമാണെങ്കിലും പക്ഷെ അതിന്റെ കാലപ്പഴക്കം പറയുന്നത്, പുരാവസ്തു ഗവേഷകർ പറയുന്നത്, അതിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുന്നത് ആലക്കാട്ട് നിന്ന് കണ്ടെടുത്ത കുരിശാണ്. അതിന് 4-ാം നൂറ്റാണ്ടിലാണ് അതിന് പുരാതനത്വം അവകാശപ്പെടുന്നത്. മെഷീനറി ഉപയോഗിച്ച് അവരതിന്റെ പൗരാണികത തിട്ടപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നമുക്ക് അങ്ങനെ സ്വീകരിക്കാനാവില്ല. ഏതായാലും ഒരു 7-8 നൂറ്റാണ്ടിനോട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന കുരിശാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും അത് സെന്റ് തോമസുമായിട്ട് ബന്ധമുള്ള കുരിശല്ല. അത് ഈ സെന്റ് തോമസ് എന്ന് പറയുമ്പോൾ മാർത്തോമ എന്നുള്ള മാണിക്യനിസത്തിൽപ്പെട്ട ഒരാളിന്റെ ആഗമനത്തോട് ബന്ധപ്പെട്ട മാണിക്യനിസത്തിന്റെ ഒരു ബഹിസ്ഫുരണം ഇവിടെ ഉണ്ടായതുകൊണ്ടാണോ, അതിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് ഈ ക്രൈസ്തവരുടെ ഇടയിൽ മാണി എന്ന പേര് ധാരാളമായി കേൾക്കുന്നത്? ധാരാളം പേര് മാണി എന്ന പദവും മാനി എന്ന പദത്തിൽ നിന്നാണ് മാണി ഉണ്ടായത്. ഈ മാണിക്യനിസം എന്ന ശരിയായ പേര് പിന്നീട് മാണിക്യനിസം എന്ന ആക്കിയതാണ്. അപ്പോൾ ആ മാണിയും എന്നിപ്പോൾ ധാരാളം ക്രൈസ്തവർ ഉപയോഗിക്കുന്ന പേര് തന്നെ ഇവർക്ക് മാണിക്യനിസവുമായി വളരെ ബന്ധം അഭേദ്യമായിട്ടുണ്ടെന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ മർത്തോമൻ കുരിശുകൾ എന്നുള്ള പേര് തോമസ് ലീഗായുമായിട്ട് ബന്ധപ്പെട്ടതോ 1-ാം നൂറ്റാണ്ടുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ല എന്നാണ് സാറിന്റെ അഭിപ്രായം? അതെ, 4-ാം നൂറ്റാണ്ടിലാണ് കുരിശിന്റെ ആവിർഭാവം തന്നെ. 2-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടെ അപൂർവമായിട്ട് ഉണ്ടായെന്ന് പറയുന്നത്. ഏതായാലും 4-ാം ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷമാണ് കുരിശിന്റെ. അത് 1 നൂറ്റാണ്ട് ശേഷമായിരിക്കും മറ്റു രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് അത് പോകാനിടയായി. ഈ മറിയ ഭക്തിയൊക്കെ ആരംഭിച്ചതും ആ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പൊ ഈ കണ്ടെടുത്ത മർത്തോമൻ കുരിശുകളൊക്കെ ഒരുപക്ഷെ മാണിക്യൻ
മതക്കാരുടെ സ്വാധീനം കൊണ്ട് സംഭവിച്ചതാണ്. ഇത് പേർഷ്യയിൽ നിന്ന് അതിൻ്റെ കോപ്പിയായിട്ട് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. അതാണ് കുടിയേറ്റക്കാരൻ വന്ന ആളുകൾ, കുടിയേറ്റക്കാരൻ. കാരണം ഇത്തരം കുരിശുകൾ ഇവിടെ മാത്രമല്ല കണ്ടെത്തിയിരിക്കുന്നത്, ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കാബൂള്, പഞ്ചാബിന്റെ പ്രവിശ്യകൾ, അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ, ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം കുരിശുകൾ ലോകത്തിന്റെ മറ്റു പലയിടങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും. അപ്പോൾ അവിടെ കണ്ട കുരിശുകളുമായിട്ട് ടിബറ്റ് പോലും ഉണ്ട്, സാമ്യമുണ്ട്. എന്നാൽ കേരളത്തിലെ കുരിശുകൾക്ക് ചില പ്രത്യേകതകൾ അല്ല. മൈലാപ്പൂർ കണ്ടെടുത്ത കുരിശും കോട്ടയത്തിരിക്കുന്ന കുരിശുമായിട്ട് സാമ്യമുണ്ടെന്നാണ്, വളരെയധികം സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ പകർപ്പായത്, അതിന്റെ ഒരു പോലെ എന്ന് പറയാം, പകർപ്പാണത്. അതില് ഒരു പ്രാവ് ഇങ്ങനെ കീഴ്പോട്ട് വരുന്നുണ്ട്, അതിന് പഹലിവിയെ കുറിച്ച് എന്നാ പറയുന്നത്. പഹലിവി എന്ന് പറയുന്നത് ഒരു ലിഖിതമാണല്ലോ. ആ ലിഖിതം എന്ന് പറയുന്നത് ഇറാനിയൻ ഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച അന്നത്തെ ലിപിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 4-ാം നൂറ്റാണ്ടിൽ ആണെങ്കിൽ പോലും പിന്നെ 1-ാം നൂറ്റാണ്ടിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് എന്തുകൊണ്ടാണ് ഈ തോമാസ് ലീഗ കേരളത്തിലേക്ക് വന്നു വന്നത് പാടെ നിഷേധിക്കുന്നു എന്നുള്ളതിന് ഉത്തരമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ പാരമ്പര്യത്തിൻ്റെ നൂലാമാലകൾ അല്ലെങ്കിൽ പാരമ്പര്യത്തിലുള്ള ഈ അവിശ്വസനീയമായ ഒരുപക്ഷെ സങ്കല്പങ്ങളും കെട്ടുകഥകളും ഒക്കെ കൂടി ചേർന്ന അത് ഒഴിവാക്കിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് കരുതാൻ കഴിയുന്നില്ല? ഈ കച്ചിത്തുറുമ്പൂരിനകത്ത് മുട്ടുസൂചി കണ്ടെത്തുന്ന പോലെ ദുഷ്കരമാണ് ഇതിലടങ്ങിയ സത്യം നമുക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ. കച്ചിത്തുറുവെല്ലാം ചുറ്റുമിരിക്കുക, ഏതാണ് സത്യമെന്ന് കണ്ടെത്തണമെങ്കിൽ കുറച്ച് റിസർച്ചുകൾ വരണം. അപ്പോൾ തോമാസ് ലീഗ വന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ കേരളത്തിലെ ക്രൈസ്തവരുടെ ആസ്തിത്വമെന്ന് പറയാൻ ഒരു ന്യായം കാണില്ല. ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ശരിക്കും കേരളത്തിൽ ക്രൈസ്തവർക്ക് ഒരു തുടക്കമുണ്ടായത്? അതിന് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഭാരതത്തിലെ ക്രിസ്തുസഭയും മാർത്തോമായുടെ സംക്ഷിപ്ത ചരിത്രവും എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ യൂഹാനാൻ മാർത്തോമ പറയുന്നത് നെസ്റ്റോറിയൻ സഭയുമായി, അന്ത്യോക്യയിലെ നെസ്റ്റോറിയൻ സഭയുമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. അവിടുന്ന് തുടർച്ചയായിട്ട് ബിഷപ്പുമാർ ഇവിടെ സന്ദർശിച്ചിരുന്നു. അപ്പം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിളിലും തുർക്കിയിലും മറ്റും ധാരാളം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെസ്റ്റോറിയന്റെ ആളുകൾ നെസ്റ്റോറിയനെ പോലും ദുരുപദേഷ്ടാവായിട്ട് എഫേസൂസിലെ സുന്നകദോസ് പുറത്താക്കുകയും ചെയ്ത്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ആളുകൾ ആവേശം മൂത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളായി ചിതറിപ്പോയി. അങ്ങനെ പോയ കൂട്ടത്തിൽ കേരളത്തിലേക്കും വന്നു, കുടിയേറി പാർത്തു. അത് 7-8 നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കടുത്ത ഭീഷണിയും പീഡനവും നിമിത്തവും ധാരാളം ആളുകൾ ചെറിപ്പോയി. അങ്ങനെ കുടിയേറി പാർത്ത ആളുകളാണ് നെസ്റ്റോറിയൻ സഭക്കാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന മാണിക്കേനിസക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ 2 തരം ക്രൈസ്തവ ധാരകൾ ഇവിടെ ഉണ്ടായിരുന്നു നാമധേയമാണെങ്കിലും. ഒന്ന് നെസ്റ്റോറിയനിസം, 2 മാണിക്കേനിസം. അപ്പോൾ പിന്നെ അത് കൊല്ലം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കൊടുങ്ങൂർ കേന്ദ്രീകരിച്ചുമായ 2 ധാരകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ ക്രൈസ്തവർ അവകാശപ്പെടേണ്ടത്. അല്ല അപ്പോസ്തലിക പാരമ്പര്യവും പിന്തുടർച്ചയോ അല്ല. അപ്പോസ്തലിക പിന്തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ അപ്പോസ്തലിക സുപദേശം ഇവിടെ രൂഢമൂലമാകുമായിരുന്നു, നിലനിൽക്കുമാനായിരുന്നു. മറിച്ച് പള്ളി മതമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സാറേ, അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇന്ത്യയിൽ അപ്പോസ്തലനായ തോമസിൻ്റെ ഇതെന്ന് വിശ്വസിക്കപ്പെടുന്ന മൈലാപ്പൂരുള്ള ഒരു ശവകുടീരമുണ്ട്. ആ കബറിടത്തിൽ ഒരു പണിയപ്പെട്ട പള്ളി അവിടെയുണ്ട്. അതുപോലെ തന്നെ പത്രോസിൻ്റെ ശവകുടീരത്തിനോട് അനുബന്ധിച്ച് പണിതിരിക്കുന്ന പള്ളിയുണ്ട്. ലോകത്തിൽ അപ്പോസ്തലനായ പൗലോസിനും അങ്ങനെ ഒരു പള്ളിയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 അപ്പോസ്തലന്മാരുടെ കബറിടത്തിന്മേൽ പണിതിരിക്കുന്ന പള്ളിയല്ലാതെ മറ്റൊരു അപ്പോസ്തലൻ്റെ നാമത്തിൽ ഒരു പള്ളിയോ അല്ലെങ്കിൽ കബറിടമോ കാണുന്നില്ല. പല അവകാശവാദങ്ങൾ പലരുമുണ്ട്, പല രാജ്യക്കാരും പറയുന്നുണ്ട്. എങ്കിൽ പോലും
ബ്രസീലിൽ സെൻറ് തോമസ് ചെന്നതായിട്ടുള്ള വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും പറയുന്നുണ്ട്. എങ്കിലും ഈ പള്ളികൾ 3 പള്ളികൾ ലോകത്തിൻ്റെ 3 സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഈ സെൻറ് തോമസ് ട്രഡീഷൻ വിശ്വസനീയമായിരിക്കാൻ ഒരു കാരണം അതല്ലേ? ഈ റോമിലെ സഭ സ്ഥാപിച്ചത് പത്രോസ് ആണെന്ന് റോമൻ കത്തോലിക്ക ആളുകൾ സമ്മതിക്കില്ല. പക്ഷേ പത്രോസിന് നാമധേയത്തിൽ അവിടെ പള്ളിയുണ്ട്. അവര് പറയുന്നത് പത്രോസ് പിന്നെ അവിടെ പോയി. പത്രോസ് രക്തസാക്ഷിയായി തീർന്നത് റോമിലാണെന്ന് യൂസിബിയസും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിന്റെ നാമധേയത്തിൽ പള്ളി അവിടെ ഉള്ളത് കൊണ്ട് റോമിലെ സഭ പത്രോസാണ് സ്ഥാപിച്ചത് പറയാനാവൂ? ഇല്ല. പക്ഷെ വന്നു എന്നുള്ളതിന്റെ സ്ഥാപിച്ചു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അവിടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ആ പള്ളി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അത് സ്ഥാപിച്ചു എന്നല്ല, വന്നു എന്നതിനൊരു തെളിവല്ലേ എന്നാണ് ചോദിച്ചത്. ഈ മാർ തോമസ് എന്ന 2 പ്രബല വ്യക്തികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാം സമ്മതിക്കണം. ഒന്ന് ജ്ഞാനായ തോമന്റെ കാലഘട്ടത്തിലുള്ള അല്ല, ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അതാ പറയുന്നത്. 2 മാർത്തോമ എന്ന് പറയുന്ന മാണിക്യേനിസത്തിന്റെ തോമ. ആ തോമ ഇവിടെ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ആ മാണിക്യേനിസത്തിൽപ്പെട്ട തോമയുടെ പേരിലാണ് മൈലാപ്പൂരിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓക്കെ. അപ്പം മറ്റേ 2 സ്ഥലങ്ങളിലും അപ്പോസ്തലനായ പൗലോസിന്റെ പേരിലും കബറിടത്തിലും, അതുപോലെ പത്രോസിന്റെ കബറിടത്തിലും, അതുപോലെ ഇന്ത്യയിൽ മൈലാപ്പൂരിൽ തോമസിന്റെ കബറിടത്തിലും ഓരോ പള്ളികളുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വസ്തുതയെ വിലയിരുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ തോമസ് ലീഗയുടെ പാരമ്പര്യം അദ്ദേഹം എല്ലാത്തിനും യുക്തി കൊണ്ട് ശരി കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? കാരണം യേശുക്രിസ്തുവിൻ്റെ നേരിട്ട് കണ്ടിട്ടും യേശുവിൻ്റെ കൈകളിലെ പഴുത് തൊടാതെയും വിലാപ്പുറത്ത് തൊടാതെയും ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കേരളത്തിലുള്ള ക്രൈസ്തവർക്കും അതേ പാരമ്പര്യം ലഭിച്ചു എന്നതിന് ഒരു തെളിവല്ലേ? ഇല്ല. ഈ തോമസ് ലീഗയുടെ പാരമ്പര്യം നിലവിലുള്ള അന്ധവിശ്വാസങ്ങളോട് പൊരുത്തപ്പെടാത്തത് കൊണ്ട് അവിശ്വസനീയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ല. രണ്ടാമത് തോമസ് ലീഗയുടെ നാമധേയത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഐതിഹ്യങ്ങൾ പച്ചക്കള്ളവുമാണ്. 2 വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തോമസ് ലീഗയുടെ പാരമ്പര്യത്തെ നിഷേധിക്കുന്നത്. അതേസമയം ക്രൈസ്തവ പാരമ്പര്യത്തെ നമുക്ക് നിഷേധിക്കാനാവില്ല. 7-8 നൂറ്റാണ്ടുകളിൽ തൊട്ട് ഇത് ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരെ തനി അപ്പോസ്തലിക പാരമ്പര്യം പിന്തുടരുന്ന ക്രൈസ്തവരായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാനേ ആവില്ല. ഒരുതരം പള്ളിമതക്കാര്. ആചാരങ്ങളെല്ലാം ഹൈന്ദവീയവും ബൗദ്ധികവുമാണ്. ബൗദ്ധ മതത്തോട് പറ്റിയേർന്നാണ്. ഇവർ കുടുംബം വെച്ചും മന്ത്രവാദം ചെയ്തും അനാചാരങ്ങളെ അന്വേഷിച്ചും നടത്തിയ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നത്. അവരെ എങ്ങനെ നമ്മൾ അപ്പോസ്തലിക പിന്തുടർച്ചക്കാരായി പറയാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അപ്പോസ്തലിക പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒന്നും തന്നെ നിലവിലില്ല. ഇപ്പോഴുണ്ടായി. കാരണം 18-ാം നൂറ്റാണ്ടിലെ മിഷണറിമാരുടെ കാലഘട്ടത്തിന് ശേഷം രക്ഷിക്കപ്പെട്ട കർത്താവ് അംഗീകരിച്ച ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് അതിപ്പോൾ ഉണ്ടെന്ന് പറയാം. നമുക്ക് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം സെൻറ് തോമസ്, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ സെൻറ് തോമസ് കേരളത്തിൽ വന്നു. ആ കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആഗമനം സത്യമോ മിഥ്യയോ എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിമുഖമാണ് ഇവിടെ നടന്നത്. അഭിമുഖങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 2 അഭിപ്രായങ്ങൾ ഇതിൻ്റെ ആരംഭകാലം മുതൽ ഉള്ളതുപോലെ തന്നെ ഇനിയും അത് തുടരും. വിവിധ ചർച്ചകളുടെ നമുക്കിനിയും ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാം. മാത്രമല്ല ഇത് ഒരു ഉപസംഹാരത്തിലേക്ക് കടന്നു ചെല്ലുവാനും നമുക്ക് കഴിയുകയില്ല. സനൻ ടിവിയുടെ മാന്യരായ സ്നേഹിതരായ പ്രേക്ഷകർക്ക് നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ അഭിമുഖത്തിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇതുവരെയും ഈ അഭിമുഖത്തിൽ സജീവമായി സംബന്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സനൻ ടിവിയുടെ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല വളരെ ആധികാരികമായി അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായി
ചരിത്രപരതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ, മറുപടികൾ പറയുവാൻ, ഈ വിഷയത്തോടുള്ള വ്യക്തത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സന്നദ്ധനായി സമയം ചെലവഴിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന ബഹുമാന്യനായ ഡോക്ടർ OJ ജോണിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.